സാർ ഇപ്പം പ്രൊജക്റ്റ് നമ്മൾ ഇപ്പോൾ ഒരു സാമ്പിൾ ഫ്ലാറ്റ് ഞങ്ങൾ ഇന്നിപ്പോൾ ഇവിടെ വന്ന് സാമ്പിൾ ഫ്ലാറ്റ് കാണുമ്പോഴാണെങ്കിലും നമ്മൾ ചില കാര്യങ്ങളിലുള്ള എസ്തെറ്റിക്സ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫ്ലോറിങ്ങിൽ വരുത്തുന്ന മാറ്റങ്ങൾ, ഞങ്ങൾ ഡോറ് എല്ലാം ഓപ്പൺ ആക്കിയിട്ട് നോക്കുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് ടൈലിങ്ങിൻ്റെ പോലും പാറ്റേൺസ് പോകുന്നത്. അത് കുറച്ച് എങ്ങും കാണുന്ന തരത്തിലുള്ള ഒരു പാറ്റേൺ അല്ല അത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സിബി ശ്രദ്ധിക്കുന്നത്? ഒരു പ്രോജക്റ്റിനെ സംബന്ധിച്ച് പ്രധാനമായി ബിൽഡർ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുത, ഏത് വർക്ക് ആദ്യം ചെയ്യണം, ഏത് വർക്ക് അവസാനം ചെയ്യണം, ഇത് വളരെ പ്രധാനമായ ഒരു ഘടകമാണ്. ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കഴിയുന്നതും ബിലോ ഗ്രൗണ്ട് ലെവലുള്ള എല്ലാ വർക്കുകളും തീർത്ത് കൊണ്ടുപോകുക എന്നുള്ളത് ആ പ്രോജക്റ്റിനെ കുറച്ചും കൂടെ സ്പീഡാക്കാനും ആ പ്രോജക്റ്റ് കുറച്ചും കൂടെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും വളരെ ഉപകാരമായിരിക്കും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഓരോ പ്രവർത്തനങ്ങളും സെറ്റ് ഔട്ടിങ് മുതൽ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായ ഘടകമാണ്. ഈ സെറ്റ് ഔട്ടിങ് ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ ടൈലിംഗ് പാറ്റേൺ എന്ന് പറഞ്ഞത് ബയേഴ്സ് വന്ന് വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഇവിടെ ഞങ്ങളോട് പലരും പറയാറുണ്ട്, ഇവിടെ എന്തോ ഒരു പ്രത്യേകത ഉണ്ട്, അതെന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് അവരുടെ. ആ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഞങ്ങൾ അവരോട് ഷെയർ ചെയ്യാണ്. അതായത് ടൈൽ ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ ടൈലിങ്ങിന് വേണ്ടി മാത്രമേ ഒരു ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യും. ആ പ്രിപ്പയർ ചെയ്യുന്നത് റൂമിന്റെ സൈസ്, ടൈലിന്റെ സൈസ്, ഇതെല്ലാം പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു പാറ്റേണിലായിരിക്കും ഞങ്ങൾ അത് ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യും. ആ ഡ്രോയിങ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് അണുപോലും വ്യതിചലിക്കാത്ത രൂപത്തിലുള്ള ലേയിങ് ആയിരിക്കും ഇവിടെ നടക്കുന്നത്. ആ ലേയിങ് നടക്കുന്ന സമയത്ത് അത് അതിൻ്റെ രീതി, ലേ ചെയ്യുന്ന രീതി, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് സാധാരണ ഇതിൽ ചിലപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം ടൈല് ഇട്ടതിന് ശേഷം ഇത് പൊള്ളച്ചു പോരുക എന്നുള്ള ചില പ്രക്രിയകളൊക്കെ കാണാറുണ്ട്. ഇതെല്ലാം നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ എന്ത് പാഠങ്ങൾ ഇതിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ടോ ആ പാഠങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് അത്തരം ന്യൂനതകൾ വരാതിരിക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് സൗകര്യങ്ങൾ എളുപ്പമായിട്ടുണ്ട് ഇത്രയും പരിചയങ്ങൾ. ഓക്കെ. ഇപ്പോൾ സാറ് ടൈലിൻ്റെ കാര്യം പറയുമ്പോഴാണെങ്കിലും അത് ഫ്ലോറിങ്ങിന് മാത്രമല്ല, ഇപ്പോൾ വാഷ്റൂമിൽ യൂസ് ചെയ്യുന്ന ടൈൽസ് ആണെങ്കിലും പല ഫ്ലാറ്റിൻ്റെയും ഓരോ സൈസ് വ്യത്യാസമായിരിക്കുമല്ലോ. ഫ്ലാറ്റിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ഒക്കെ ഓരോന്നിനും വ്യത്യാസമായിരിക്കും. അപ്പോൾ ഈ വാഷ്റൂമിൽ യൂസ് ചെയ്യുന്ന ടൈൽസിനാണെങ്കിലും ഒരു ഡിസൈൻ എലമെന്റ് കൊണ്ടുവരാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്? അതായത് അതിൽ ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു പ്രൊപ്പോർഷൻ എന്നൊരു വാക്കുണ്ട്. ഒരു റൂമിന്റെ സൈസ്, വീതി, ഹൈറ്റ്, ഇതെല്ലാം പ്രധാനമാണ്. അതിനനുസരിച്ചിട്ടായിരിക്കണം നമ്മളുടെ ടൈല് ഡിസൈൻ ചെയ്യുന്നത്. അതിനനുസരിച്ചിട്ടായിരിക്കണം നമ്മളുടെ മറ്റ് പാറ്റേൺ എല്ലാം, വാഷ് ബേസിനും ക്ലോസറ്റ് ആയാലും അതോടൊപ്പം തന്നെ അതിന്റെ വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അതിന് ഗ്ലാസ് പാർട്ടീഷൻ കൊടുക്കാനുള്ള പ്രൊവിഷനുകൾ, ഇതെല്ലാം നമ്മൾ മുൻകൂട്ടി കണ്ട് എല്ലാം കട്ട് ചെയ്ത് കറക്റ്റായിട്ട് ടൈല് ചെയ്യുകയാണെങ്കിൽ ഈ ബാത്റൂം കാണുമ്പോഴും എന്തോ ഒരു പ്രത്യേകത കാണുന്നവർക്ക് അത് പ്രൊപ്പോർഷന്റെ ആണ് എന്നുള്ളത് മനസ്സിലാവത്തില്ല. പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഒരാളെ കുറിച്ച് പ്രൊപ്പോർഷൻ പറയുമ്പോൾ നമ്മൾ പറയില്ലേ മമ്മൂട്ടിനെ കാണാൻ പറ്റില്ല, എന്തുകൊണ്ടാ? പ്രൊപ്പോർഷൻ വെച്ചാല് മമ്മൂട്ടിയുടെ മൂക്കും കണ്ണും വായും എല്ലാം കൂടെ അങ്ങോട്ടും പരസ്പരം ഒരു പ്രൊപ്പോർഷൻ ആയതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. അത് എല്ലാത്തിനും ബാധകമാണ്. അതുപോലെ തന്നെ പ്രോജക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഈ പ്രോജക്റ്റിന്റെ സെറ്റ് ബാക്ക്, പ്രോജക്റ്റിന്റെ ഹൈറ്റ്, അതിന്റെ വിഡ്ത്ത്, ഇതെല്ലാം നമ്മൾ മലയാളത്തിൽ അതിനൊരു വാക്കുണ്ട്, പൂർവ്വദുഃഖം. അതിനാണ് ഈ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് മുഴുവൻ പാലിച്ച് പോകാൻ പറ്റുകയാണെങ്കിൽ ഏത് പ്രോജക്റ്റ് നമുക്ക് സുന്ദരമാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ പ്രോജക്റ്റിൽ ഏറ്റവും കൂടുതൽ ഭംഗി കൊടുക്കുന്നത്, ഔട്ട്സൈഡിൽ ഭംഗി കൊടുക്കുന്നത് അതിന്റെ ലാൻഡ്സ്കേപ്പിംഗ്. ഈ ലാൻഡ്സ്കേപ്പിംഗ് വളരെ പ്രധാന ഘടകമാണ്. ഞങ്ങളിപ്പോ ഈ ഒരു കാസിയ പ്രോജക്റ്റ് ഞങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പോൾ തന്നെ ഞങ്ങൾ അതിന്റെ പ്രോജക്റ്റിന്റെ ലാൻഡ്സ്കേപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സാധാരണ ഒരു മരം വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം വളർന്നോളന്നില്ല. അപ്പൊ അത് ഇനി ഞങ്ങൾക്ക് ഇവിടെ നിന്ന് 2 വർഷം ഉണ്ട് ഇത് ഹാൻഡിങ് ഓവർ ചെയ്യാൻ. ഇപ്പോൾ ഒരു പാർഷ്യൽ ഹാൻഡിങ് ഓവർ ചെയ്ത പോലെ ഒരു ഇഫക്റ്റ് ആണെന്ന് വരുമ്പോൾ കാണുന്നത്. അപ്പൊ ഈ മോഡൽ അപ്പാർട്ട്മെന്റിനോടൊപ്പം തന്നെ ആ ഒരു ചെറിയൊരു ലാൻഡ്സ്കേപ്പിംഗ് കൂടെ ചെയ്ത് ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ 2 വർഷം കഴിയുമ്പോഴേക്കും ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു നമ്മൾ ഉദ്ദേശിച്ച കൺസെപ്റ്റിൽ എത്തിച്ചേരാൻ സാധിക്കും. അപ്പൊ ഈ പ്ലാനിംഗ് എന്ന് പറയുന്നത് സാറ് നേരത്തെ പറഞ്ഞ പോലെ ഈവൻ നമ്മളൊരു ലാൻഡ്സ്കേപ്പിന് വെക്കുന്ന ഒരു ചെടി വെക്കുന്നതാണെങ്കിൽ പോലും ഈ ഇനിഷ്യൽ സ്റ്റേജിലുള്ള പ്ലാനിങ്ങിനകത്ത് ഈ എലമെന്റ്സ് എല്ലാം കടന്നു വരുന്നുണ്ട്. ആ ചെടി എവിടെ വെക്കണം, ഏത് ചെടി വെക്കണം, എങ്ങനെ വെക്കണം എന്ന് നമ്മൾ നേരത്തെ കൂട്ടി തീരുമാനിക്കും. ഇപ്പൊ ഇവിടെ ഞങ്ങൾ കുറെ ക്രീപ്പേഴ്സ് കൊടുക്കുന്നുണ്ട്. ഈ ക്രീപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സമയത്ത് അത് വളരെയധികം പുഷ്പിക്കുന്ന ക്രീപ്പേഴ്സ് ആണ്. ഒരു പക്ഷേ അത് ഞങ്ങളുടെ പ്രതീക്ഷകളിൽ ശരിയായി വരികയാണെങ്കിൽ ആ ക്രീപ്പേഴ്സ് എല്ലാം വളർന്നു കഴിഞ്ഞാൽ കാറ്റ്സ്കുളം എന്ന് പറഞ്ഞൊരു ചെടിയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ആ കാറ്റ്സ്കുളം അത് പൂർണ്ണമായിട്ട് പുഷ്പിച്ചാൽ കറക്റ്റ് ഇലയിനേക്കാൾ കൂടുതൽ, ലീഫിനേക്കാൾ കൂടുതൽ അതിന്റെ പുഷ്പങ്ങളായിരിക്കും, ഫ്ലവേഴ്സ് ആയിരിക്കും അതിൽ കാണാൻ സാധിക്കുക. അപ്പൊ അത് നമുക്ക് കയറി വരുന്ന വഴികളിൽ
അത് പൂർണ്ണമായിട്ട് ഇതിങ്ങനെ പടർന്നു നിന്ന് നിൽക്കുകയാണെങ്കിൽ നല്ലൊരു അറ്റ്മോസ്ഫിയറിലേക്ക് കയറി വരുന്ന ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ആ പ്രോജക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ഈ പോസിറ്റീവ് എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ ഫ്ലാറ്റ് കാണാൻ വരുന്ന ഒട്ടുമിക്ക ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ്, ഇവിടെ വരുമ്പോൾ എന്തോ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് എന്നുള്ളതാണ്.